നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കോൺഷ്യസ് കോമ്പിറ്റൻസ് ആൻഡ് കോൺഷ്യസ് അഡാപ്റ്റബിലിറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നമ്മുടെ മനുഷ്യന്റെ ഒരു പ്രത്യേകതയാണ്. ഞാൻ ഉദാഹരണ സഹിതം നിങ്ങളോട് പറയാം. ഒരു ഡ്രൈവർ, നിങ്ങൾ ഡ്രൈവിംഗ് അറിയുന്ന ആളുകളാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി ഡ്രൈവിംഗ് അറിയാത്ത ആളുകളാണെങ്കിൽ ഹിയർ ഇസ് എ സ്പേസ്. ഈ വ്യക്തിക്ക് ഡ്രൈവിംഗ് അറിയില്ല. ഈ വ്യക്തിക്ക് ഡ്രൈവിംഗ് അറിയും, പക്ഷേ അയാൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. ഇയാൾ ഒരല്പം പഠിച്ചു. ഈ വ്യക്തി ഡ്രൈവിംഗിൽ എക്സ്പേർട്ടായി. അപ്പൊ നമ്പർ 1, നമ്പർ 2, നമ്പർ 3 നമ്പർ 4. ഇനി പഠിക്കാത്ത ഒരാൾ, ഡ്രൈവിംഗ് അറിയാത്ത ആൾ, അയാൾ യാത്ര ചെയ്യുമ്പോൾ ആളുകൾ ഉദ്ദേശിക്കുന്നതാണ്, നമ്മൾ ഉൾപ്പെടെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഉദ്ദേശിച്ചാണ്, എങ്ങനെയാണ് ഇത്ര തിരക്ക് പിടിച്ച റോട്ടിൽ ഈ വാഹനം നിയന്ത്രിച്ചു പോകുന്നത്? എന്നെ പോലെ നിങ്ങളും ചിന്തിച്ചിട്ടുണ്ടാവും. ഡ്രൈവിംഗ് പഠിക്കുന്നതിന് മുമ്പ് ഒരു തിരക്ക് പിടിച്ച ഹൈവേയിൽ ഇത്രയും വലിപ്പമുള്ളൊരു വാഹനം എങ്ങനെ നമ്മൾ നിയന്ത്രിച്ചു പോകുന്നു? പക്ഷെ നമുക്കറിയാം, ഡ്രൈവിംഗ് പഠിക്കുന്ന കൂടത്തോടെ നമ്മുടെ ശരീരത്തിന്റെ ഒരു ഭാഗമായിട്ട് അതിന്റെ ഓരോ ഭാഗം മാറുന്നതായിട്ട് നമ്മൾ അനുഭവപ്പെടും. അപ്പോൾ ഒരു എക്സ്പേർട്ട് ഡ്രൈവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളും അയാളുടെ വാഹനവും വേർതിരിച്ചറിയാൻ അയാൾക്ക് സാധിക്കില്ല. അതാണ് എക്സ്പേർട്ട്നെസ്. ഇനി ഞാൻ പോയിന്റിലോട്ട് വരട്ടെ. അപ്പോൾ ഡ്രൈവിംഗ് പഠിച്ചു തുടങ്ങുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ വാഹനം പതിയെ പതിയെ അതിന്റെ വലിപ്പവും അതിന്റെ രൂപവും ഇവർക്ക് ചെറുതായി വരുന്നതായിട്ട് തോന്നും. യഥാർത്ഥത്തിൽ ചെറുതാവുന്നുണ്ടോ? ഇല്ല. ഇനി ശരിക്കും പഠിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ വാഹനത്തിന്റെ വലിപ്പം വീണ്ടും ചെറുതായിട്ട് തോന്നും. ഒരു എക്സ്പേർട്ട് ഡ്രൈവർ ആളെ സംബന്ധിച്ചിടത്തോളം ആ വാഹനത്തിന് വലിപ്പമേ ഇല്ല എന്ന് തോന്നും. ഒരു ബൈക്ക് നമ്മൾ ഓടിച്ചു തുടങ്ങുമ്പോൾ, ഒരു ബസ്സോ ലോറിയോ കാറോ ഓടിച്ചു പോകുമ്പോൾ, ഈവൻ നമ്മൾ 15ഉം 20ഉം ടയേഴ്സ് ഉള്ള വലിയ വലിയ വണ്ടികൾ റോട്ടിൽ ഓടിച്ചു പോകുമ്പോൾ ആ ഡ്രൈവറെയും ആ വണ്ടിയെയും പരസ്പരം നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്കത് അത്ഭുതമായിട്ട് തോന്നാം. പക്ഷെ അത് ഡ്രൈവർക്ക് തോന്നണമെന്നില്ല. ഡ്രൈവർക്ക് തോന്നില്ല. ഈ ഫീസ് ആൻ എക്സ്പേർട്ട്. ഈ കാര്യത്തിനെയാണ് നമ്മൾ പറയുന്നത് അഡാപ്റ്റബിലിറ്റി. ഒരു കാര്യം, അത് തൊഴിലായിക്കോട്ടെ, ഏതൊരു തൊഴിലായിരിക്കോട്ടെ, ഏതൊരു വർക്ക് ആയിക്കോട്ടെ, ഏതൊരു സർവീസ് ആയിക്കോട്ടെ, കാലഘട്ടങ്ങൾ കൊണ്ട് നമ്മൾ അതിൽ എക്സ്പേർട്ട്നെസ് വരുമ്പോൾ നമുക്കതിന് ലെഷർ ടൈമും ലെഷർ എഫേർട്ടും വേണം. മാത്രമല്ല അത് നമുക്ക് വെരി സിമ്പിൾ, വെരി സ്മോൾ ആയിട്ട് നമുക്ക് തോന്നും. ഓക്കെ, യെസ്, ഐ ആം ഡോക്ടർ അലി. എൻ്റെ വെബ്സൈറ്റ് സന്ദർശിക്കുക, aliarimbra's dentalclinic.com. താങ്ക് യു.